ഒരേ റസൽ മാർക്കറ്റിൽ 3 ഷോപ്സ് ഇരിക്കുന്ന ഒരു ബ്രദർ, നല്ല എന്താ പറയുക, ഒരു യൂണിറ്റിക്ക് ഒരു നല്ലൊരു ഉദാഹരണമാണ് ഈ 3 ബ്രദേഴ്സും എന്ന് തന്നെ പറഞ്ഞു. യൂണിറ്റി സ്ട്രെങ്ത് എന്ന് നമ്മളെല്ലാവരും പറയാറുണ്ട്. അങ്ങനെ ഒരു കാഴ്ചപ്പാടിലുള്ള നെക്സ്റ്റ് ഒരു ബ്രദർ ഇവിടെ ഉണ്ട്. മിസ്റ്റർ ബഷീർ സാറിൻ്റെ ബ്രദറായ മിസ്റ്റർ റിയാസ് ഇവിടെ ഉണ്ട്. എന്തായാലും അദ്ദേഹത്തിനെ പരിചയപ്പെടാൻ ഒത്തിരി ചോദിക്കാനുണ്ട് അദ്ദേഹത്തിൻ്റെ അടുത്ത്. എൻ്റെ അടുത്ത് പറഞ്ഞ് കുറച്ച് ചോദിച്ചാൽ മതിയെന്ന്. എന്തായാലും ഹായ്, വെൽക്കം ടു ദി ഷോ. റിയാസിനെ കണ്ടപ്പോൾ തന്നെ എനിക്ക് തോന്നിയായിരുന്നു ഒരു നല്ല ജിം ബോഡിയാണ്. പക്ഷെ ഞാൻ വിചാരിച്ചു മിസ്റ്റർ കർണാടക അല്ല മിസ്റ്റർ മലബാറൊക്കെ പോയിട്ടുണ്ടാവും വിചാരിച്ചില്ല. പക്ഷെ ഫോട്ടോ ഒക്കെ കണ്ടപ്പോൾ നെട്ടിപ്പോയി ഞാൻ. എത്ര കാലങ്ങളായിട്ടാണ് ജിം ചെയ്യുന്നത്? ബോഡി ബിൽഡിംഗ് ആയിട്ട് 5 വർഷമായി. എപ്പോഴായിരുന്നു മിസ്റ്റർ കർണാടക ടൈറ്റിൽ പോയത്? 2008. അപ്പൊ എന്തിനു വേണ്ടിയിട്ടായിരുന്നു മിസ്റ്റർ ടൈറ്റിൽ കിട്ടിയത്? ഐ മീൻ എങ്ങനെ ബോഡി ബിൽഡിംഗ്? 85 കാറ്റഗറിയിലാണ് മത്സരിച്ചത്. അപ്പൊ അതിൽ 3rd ആണ് കിട്ടിയത്. എന്താണ് അവര് കാരണം പറഞ്ഞത് 3rd കിട്ടാൻ? 3rd കിട്ടിയത്. പിന്നെ എപ്പോഴായിരുന്നു മലബാറിൽ കിട്ടിയത് നമ്പർ 2? മലബാറിൽ 2008. ഒരേ വർഷത്തിൽ തന്നെ 2 സ്ഥലത്ത് മത്സരിച്ചു, വേറെ വേറെ മാസങ്ങളായിരിക്കും. പിന്നെ ഈ ബോഡി ബിൽഡിംഗ് ചെയ്യാനായിട്ട് ഇങ്ങനത്തെ ഒരു ഇൻട്രസ്റ്റ് വരാനുള്ള കാരണം എന്താണ്? എന്റെ ഫ്രണ്ട്സ് കൂടുതൽ ബോഡി ബിൽഡിംഗ് ആണ് ചെയ്യുന്നത്. എവിടുത്തെ? നാട്ടിലത്തെ ഫ്രണ്ട്സ്. അപ്പൊ അവരെ കൂടെ എനിക്ക് ബോഡി ബിൽഡിംഗ് ഇൻട്രസ്റ്റ്. അപ്പൊ നാട്ടിൽ നിന്ന് തുടങ്ങിയതാണ് ഈ പരിപാടി. പിന്നെ ഇപ്പോ നമ്മൾ സംസാരിക്കുന്ന ഇടയിൽ തന്നെ പറഞ്ഞു, ഇപ്പൊ ഞാൻ അധികം ഒന്നും ജിം ചെയ്യാറില്ല, അല്ലെങ്കിൽ ഞാൻ അന്നത്തെ മാതിരി ഇപ്പൊ വർക്ക്ഔട്ട് ചെയ്യുന്നില്ല. എന്താ കാരണം അതിന്? ഇപ്പൊ എന്റെ ഫാമിലിയിൽ 2 മാസം ജിം റെസ്റ്റ് എടുത്തു. ഇപ്പോ ലാസ്റ്റ് വീക്ക് ജിം സ്റ്റാർട്ട് ആയിട്ടുണ്ട്. എന്റെ ഒരു ആഗ്രഹം വെച്ചാൽ 2012 മിസ്റ്റർ ഇന്ത്യക്ക് പോകാനുള്ള ആഗ്രഹമുണ്ട്. ഫാന്റാസ്റ്റിക്. മിസ്റ്റർ ഇന്ത്യക്ക് പോകാൻ. സോ ഒരു മലയാളി മിസ്റ്റർ കർണാടക, മിസ്റ്റർ ഇന്ത്യയിലൊക്കെ പോകുന്നത് നമ്മുടെ കേരളത്തിന്റെ അഭിമാനമാണ്. അതിലുള്ള വർക്ക്ഔട്ട് എന്തൊക്കെയാണ് ചെയ്യുന്നത്? അതിന് വർക്ക്ഔട്ട് അതായത് ഭക്ഷണം, പ്രോട്ടീൻ ഭക്ഷണം, അത് പിന്നെ വർക്ക്ഔട്ട് ജാസ്തി. അതായത് ഞാൻ ഫസ്റ്റ് കളിക്കുന്നത് 2 മണിക്കൂർ കളിക്കുന്നത്, ഒരു 3-4 മണിക്കൂർ വർക്ക്ഔട്ട് ചെയ്യും. ഒരു ദിവസത്തിന്റെ ഒരു 1/4 ഭാഗം നമ്മള് വർക്ക്ഔട്ട്. എത്ര മണിക്ക് എഴുന്നേറ്റിട്ടാണ് ജിം വർക്ക്ഔട്ട് ചെയ്യുക? ഞാൻ കാലത്ത് 5 മണിക്ക് കഴിഞ്ഞാൽ കടയിൽ പോകും. കടയിൽ പോയിട്ട് ഒരു 2 മണി കട ക്ലോസ് ചെയ്തിട്ട് കുറച്ച് കഴിഞ്ഞിട്ട് ഒരു വൈകുന്നേരം 5 മണിക്ക് ജിം വിട്ട് രാത്രി 8 മണിക്ക് തിരിച്ചു വരും. പിന്നെ നിങ്ങൾക്ക് ഈ ഫിഷ് ബിസിനസ് ആയതുകൊണ്ട് നിങ്ങൾക്ക് വൈകുന്നേരം നേരത്തിന്റെ ആവശ്യമൊന്നുമില്ലല്ലോ ബിസിനസിന്. നിങ്ങൾക്ക് രാവിലെ മാത്രമല്ല ബിസിനസ് ഫിഷിന് വൈകുന്നേരം ഒന്നും മാർക്കറ്റ് തുറക്കില്ലല്ലോ. തുറക്കുന്ന ആൾക്കാരുണ്ടോ? ഫിഷ് ആൾക്കാരുണ്ട്. അപ്പൊ പിന്നെ ഈ നിങ്ങൾ ഈ ജിമ്മിന് ചെയ്യാൻ വേണ്ടിട്ട് ഈ വൈകുന്നേരം ബിസിനസ് ക്ലോസ് ആണ്. അതിനുശേഷം പിറ്റേന്ന് രാവിലെ തുറക്കും. രാവിലെ എത്ര മണിക്കാ തുറക്കുക? 5 മണിക്ക് തുറക്കും. നല്ലൊരു ഹാബിറ്റും കൂടി ഡെവലപ്പ് ചെയ്യാൻ പറ്റും. നേരത്തെ എഴുന്നേക്കുന്നത് ഇറ്റ്സ് വെരി ഹെൽത്തി ഫോർ ദ ബോഡി. അപ്പൊ നേരത്തെ എഴുന്നേറ്റ്. പക്ഷെ ഈ ഉച്ചയ്ക്ക് എത്ര മണിക്കൂർ ഉറങ്ങും? 1 hour. പിന്നെ ഈ ബോഡി ബിൽഡിംഗ് ചെയ്യുന്ന നിങ്ങൾ നമ്മുടെ പ്രേക്ഷകർ ഒത്തിരി പേര് നോക്കുന്നുണ്ടാവും. അപ്പൊ തീർച്ചയായിട്ടും റിയാസിന്റെ ഈ ബോഡി കണ്ടിട്ട് എനിക്കും ബോഡി ബിൽഡിങ്ങിലോട്ട് വന്നാൽ എന്താണ് എന്ന് പറഞ്ഞ് ചിന്തിക്കുന്ന ആൾക്കാരാണ്. ഫസ്റ്റ് എങ്ങനെയാണ് വർക്ക്ഔട്ട് ചെയ്യേണ്ടതെന്നുള്ള കാര്യം പറഞ്ഞു തരും. അറ്റ് സ്റ്റാർട്ടിംഗ് സ്റ്റേജ്, ഇപ്പൊ ഒരു ബോഡി ബിൽഡിംഗിന് വരുന്ന മുമ്പ് എങ്ങനെയാണ് വർക്ക്ഔട്ട് ചെയ്യുന്നത്? വാമപ്പ് ചെയ്യണം. വാമപ്പ് ചെയ്യാ പറഞ്ഞു കഴിഞ്ഞാൽ എന്തൊക്കെ എക്സസൈസ് ആണ്? അതിനുശേഷം മാത്രമേ വെയിറ്റ് എടുക്കാൻ പാടുള്ളൂ. വെയിറ്റ് എടുക്കുന്നത് എത്ര നേരം ചെയ്യാം? വെയിറ്റ് എടുക്കുന്നത് അതാ ഞാനിപ്പോ തൈസിന് കളിക്കുന്നത് 120, 130 വെയിറ്റ് എടുക്കുന്നുണ്ട്. അതിന് ഹാഫ് ആൻ അവറിന് ചെയ്തു തീർക്കും. അത് നിങ്ങൾ പ്രാക്ടീസ് ഉള്ള കാരണം ഹാഫ് ആൻ അവറിൽ ചെയ്തു തരും. പക്ഷെ ഒരാൾ പുതിയതായി തുടങ്ങി കഴിഞ്ഞാൽ അത് എങ്ങനെ 1.5 hours ആവില്ല? കഴിയില്ല. അത് അവരിടുന്ന വെയിറ്റ് വളരെ കുറച്ചായിരുന്നു. 10 കിലോ വെയിറ്റ് ഉണ്ടാവും. അവരതിന് ബോഡി ബിൽഡിങ്ങിന് ചിന്തിക്കുന്നുണ്ടല്ലോ, ഒരു ചെറിയ ഫിറ്റ്നസ് ആയിട്ട് തോന്നുന്നു. ബോഡി നല്ല എക്സ്പീരിയൻസ് വേണം. എക്സ്പീരിയൻസ് ആണ്. അത് വെൽ ട്രെയിൻഡ് ആയിട്ടുള്ള പേഴ്സൺസ്. ഇപ്പൊ നിങ്ങൾ സ്വന്തം ജിം തുടങ്ങിയിട്ടുണ്ടോ? ഇല്ല, തുടങ്ങാൻ ആഗ്രഹമുണ്ട്. എപ്പോഴാണ് തുടങ്ങാൻ പോകുന്നത്? ഞാൻ ട്രൈ ചെയ്യുന്നുണ്ട്. ഇങ്ങനെ ഒരു വ്യക്തി, ഇങ്ങനെ ഒരാള് ഇത്രയും നല്ല പൊട്ടൻഷ്യൽ, ഇത്രയും നല്ല ടൈറ്റിലൊക്കെ വാങ്ങിച്ച് നിങ്ങൾ പെട്ടെന്ന് ജിമ്മ് തുടങ്ങണം.
നല്ല ആഗ്രഹമുണ്ട്, തുടങ്ങുന്നു. എന്താണ് ആഗ്രഹം ഉണ്ടായിട്ട് അത് ഇംപ്ലിമെന്റ് ആവാണ്ട് നിൽക്കുന്നതിന്റെ കാരണം എന്താണ്? ഇൻവെസ്റ്റ്മെന്റ് പാർട്ടാണോ? ഇൻവെസ്റ്റ്മെന്റ് ഒന്ന് ഒരു സ്ഥലം കിട്ടില്ല, ലൊക്കേഷൻ ചെയ്യില്ല, എല്ലാം ശരിക്കും കറക്റ്റ് ആയി എടുക്കും. എന്തായാലും മേ ഗോഡ് ബ്ലെസ് യു ഫോർ ദാറ്റ്. നല്ല രീതിയിൽ ഒരു ബെസ്റ്റ് ജിം തുടങ്ങാനുള്ള എല്ലാ സിറ്റുവേഷൻസും നിങ്ങൾക്ക് ഉണ്ടാക്കി തരട്ടെ. കല്യാണം കഴിഞ്ഞില്ലേ? എത്ര കുട്ടികളുണ്ട്? ഒരു കുട്ടി. എത്ര വയസ്സായി? 3 വയസ്സായി. ഈ രാവിലെ പുലർച്ചയ്ക്ക് പോയിട്ട് അത് കഴിഞ്ഞ് ഉച്ചയ്ക്ക് നേരം മാത്രമേ കുടുംബത്തിൽ ഉണ്ടാവാറുള്ളൂ. പിന്നെ വൈകുന്നേരം കഴിഞ്ഞ് കഴിഞ്ഞാൽ ജിം, പിന്നെ രാത്രി തിരിച്ച് 8 മണിക്കൊക്കെ വരും അല്ലേ? നാട്ടിലാണോ? അപ്പൊ നിങ്ങൾ മാത്രം ഇവിടെ ഒറ്റയ്ക്ക് താമസിക്കാം? ജ്യേഷ്ഠന്റെ വീട്ടിൽ തന്നെ താമസിക്കുന്നത്? സെപ്പറേറ്റ് വീടാണ്. അപ്പൊ നാട്ടില് അതെ. അപ്പൊ നിങ്ങൾ എന്താ ഭാര്യ മോളെ ഒന്നും കൂട്ടിട്ട് വരാതെ? അത്രേ ഉള്ളൂ. വീക്ക്ലി മന്ത്സ് പോകുന്നുണ്ട്. ശരി. നാട് എവിടെ? അവിടെ തന്നെ അല്ലേ? മലപ്പുറം. ഓക്കെ. എന്തായിരുന്നാലും ചെറിയ ഒരു ഷോർട്ട് ആൻഡ് സ്വീറ്റ് ആയിട്ട് ബ്രദർ റിയാസ് സംസാരിച്ചു. അദ്ദേഹം ബോഡി ബിൽഡിങ്ങിനെ കുറിച്ച് എല്ലാ കാര്യവും നിങ്ങളുടെ പറഞ്ഞിട്ടുണ്ട്. തീർച്ചയായിട്ടും ഇവിടെ ബാംഗ്ലൂരിൽ വന്നു കഴിഞ്ഞാൽ മേ ബി നെക്സ്റ്റ് 2 months ഓൾസോ ഹി മസ്റ്റ് ഹാവ് ഓപ്പൺഡ് എ ജിം. തീർച്ചയായിട്ടും എല്ലാവരും വരിക റിയാസിനെ കാണാൻ. നല്ല മിസ്റ്റർ ടൈറ്റിൽ വാങ്ങിക്കാൻ അല്ലെങ്കിൽ മിസ്റ്റർ കർണാടക, മിസ്റ്റർ കേരള വേണമെങ്കിൽ ഇദ്ദേഹത്തിന്റെ അടുത്ത് ട്രെയിനിങ് എടുത്താൽ ഇറ്റ്സ് ഫിറ്റ് ഫോർ ദാറ്റ്. എനിവേസ് താങ്ക് യു സോ മച്ച് റിയാസ്. സോ എന്തായിരുന്നാലും അദ്ദേഹത്തിന്റെ ബ്രദർ പറഞ്ഞ കാര്യങ്ങളൊക്കെ നമ്മൾ കേട്ടു. തീർച്ചയായിട്ടും ഒരു ജിംനാഷ്യം എന്ന് പറയുന്നത് വലിയ ഒരു സംഭവം തന്നെയാണ്. പക്ഷെ അദ്ദേഹം മിസ്റ്റർ കർണാടക ടൈറ്റിൽ 3rd വരെയും പിന്നെ അദ്ദേഹം നമ്മുടെ മലബാർ ഡിസ്ട്രിക്റ്റിൽ 2nd വരെയും എന്നൊക്കെ പല കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് മലയാളികൾ എന്ന് പറയുമ്പോൾ അഭിമാനിക്കുന്ന ഒരു ഫാക്ടറായി മാറിക്കൊണ്ട് വരികയാണ്. പിന്നെ ബ്രദർ ഇത്രയും നേരം ബ്രദറിന്റെ കാര്യങ്ങളൊക്കെ പറയുണ്ടായി. അപ്പൊ നിങ്ങൾ പറയും ബ്രദർ ഈ ജിംനാഷ്യത്തിലൊക്കെ പോകുന്നത് നിങ്ങൾക്ക് താല്പര്യമുണ്ടോ? സന്തോഷമാണ്. ഒരു പ്ലെയർ അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത് തന്നെ. ഈ ഫാമിലി തന്നെ ഒരു എന്താ പറയാ പ്ലേയിങ് ലൈനിൽ അല്ലെങ്കിൽ സ്പോർട്സ് ലൈനിൽ വളരെ താല്പര്യമുള്ള ഒരു ഫാമിലിയാണ്. വളരെ ശാന്തത ഉള്ള മനുഷ്യനാണ്. നല്ലൊരു മനുഷ്യന്റെ വർത്താനം പറയുമ്പോൾ തന്നെ ഭയങ്കര എളിമ തോന്നുന്നു. എന്തായാലും ഈ ഒരു കുടുംബ ജീവിതം, ഈ ഒരു ബിസിനസ് ജീവിതമായിട്ട് കർണാടക നിങ്ങൾ തീർച്ചയായിട്ടും അപ്ലിഫ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. ഇനി ഞങ്ങൾ നെക്സ്റ്റ് ഇന്റർവ്യൂ മേ ബി ഒരു 5 വർഷം കഴിഞ്ഞ് വരുമ്പോൾ ഒരു 2 സ്റ്റോൾ അല്ല ഒരു 10 സ്റ്റോളൊക്കെ ആയിട്ട് ഒരു 100-300 പേർക്ക് ജോലി കൊടുത്ത് ഒരു വലിയ മുതലാളിയായിട്ട് കാണാൻ നല്ല ആഗ്രഹമുണ്ട്. എന്തായാലും ഗോഡ് ബ്ലെസ് യു. താങ്ക് യു സോ മച്ച്. സോ വ്യൂവേഴ്സ്, ഇന്നത്തെ എപ്പിസോഡ് എങ്ങനെയുണ്ടായിരുന്നു? മിസ്റ്റർ ബഷീർ പറഞ്ഞ കാര്യങ്ങൾ തീർച്ചയായും ശ്രദ്ധിച്ച് കാണുമെന്ന് വിചാരിക്കുന്നു. അദ്ദേഹം പറഞ്ഞത് മറ്റുള്ളവരെ ചീറ്റ് ചെയ്യാണ്ട് നല്ലൊരു മനസ്ഥിതി കൊണ്ട് നമ്മൾ ബിസിനസ് ചെയ്യുകയാണെങ്കിൽ ഏതൊരു ബിസിനസ്സും നല്ല ബിസിനസ്സാണ് എന്നാണ് പറയുന്നത്. തീർച്ചയായിട്ടും ഇത്രയും നല്ല ബിസിനസ് എപ്പിസോഡായിട്ട് ഞാൻ നിങ്ങളെ മീറ്റ് ചെയ്യാൻ ടേക്ക് കെയർ. ബൈ. ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ തീർന്നു. ഇന്നത്തെ എപ്പിസോഡിൽ നല്ല ഒരു ചോദ്യം അതിന് തന്നെ ഉണ്ട്. ഞാൻ റിയാസിന്റെ അടുത്ത് ചോദിച്ചായിരുന്നു ബോഡി ബിൽഡിങ്ങിന് അല്ലെങ്കിൽ ബോഡിക്ക് ഇമ്പോർട്ടൻ്റ് ഏതാണ്, പ്രോട്ടീൻ ആണോ, വിറ്റമിൻ ആണോ, മിനറൽ ആണോ, കാൽഷ്യം ആണോ എന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അതിനുള്ള ഉത്തരം റിയാസ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആ ഉത്തരത്തിന് നിങ്ങൾ ഞങ്ങൾക്ക് വിളിച്ച് പറയുക. ഒരിക്കൽ കൂടി പറയാം, ബോഡിയിലേക്ക് അത്യാവശ്യം വേണ്ട കാര്യം പ്രോട്ടീൻ ആണോ, മിനറൽ ആണോ, വൈറ്റമിൻ ആണോ, കാൽഷ്യം ആണോ എന്ന് ഞാൻ ഈ എപ്പിസോഡിൻ്റെ ഇടയ്ക്ക് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ഉത്തരം എന്താണെന്ന് നിങ്ങൾ വിളിച്ച് അറിയിക്കേണ്ട നമ്പർ 0484231782 or 83. I repeat the number 0484231772 or 83.